ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നൊരു ഫൈനൽ ആൻസർ കെ ആണ്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ എക്സൈസ് ഈ ഒരു ഭാഗത്തിൽ 17/2/2024 നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കെ ആണിത്. 25/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇത് ആൽഫ കോഡ് 7 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചുവടെ തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1, 2. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. രണ്ടും തെറ്റാണ്. ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറയിലിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏത്? ഓൺലി 3. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837 തെറ്റാണ്. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ഇത് മൂന്നും ശരിയാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓൺലി 4. മാവോ സേതുങ്ങിന് ശേഷം ഹുവ ഗോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. തെറ്റാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. ഇതൊന്നും ശരിയാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓൺലി 1. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജന്മം. തെറ്റാണ്. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്മനയിൽ ആണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അത് മൂന്നും ശരിയാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏത്? 1, 4. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം. സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാക്കുന്ന രൂപവൽക്കരണ സഹായി. ഭൂഗർഭ ജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യം? കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു? ടാൽക്ക്. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ? സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ? മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം? ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? M. വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ? ഇവയെല്ലാം ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം? ഫിലിപ്പൈൻസ്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് ഏവ? 4. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. തെറ്റാണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിൽ ആണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ബിയാണത്തരം 4 ശരിയാണ്. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ
പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? 3. ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, 2, 3, 4. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏതു വ്യക്തിക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ഉത്തരം 1 ബി. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. 2 സി. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ. 3 ഡി. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. 4 എ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഉപരാഷ്ട്രപതി. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ബി ആണ് ഉത്തരം. എ 3. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കലി. ബി 1. നിയമങ്ങളുടെ അന്തസത്ത മോണ്ടസ്ക്യൂ. സി 4. ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡി 2. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡികൾ ഏവ? 2. PK തുംഗൻ കമ്മീഷൻ 1990 തെറ്റാണ്. ബൽവന്ത് റായ് കമ്മീഷൻ 1957. അശോക് മേത്ത കമ്മീഷൻ 1977. സർക്കാരിയ കമ്മീഷൻ 1983. ഇത് മൂന്നും ശരിയാണ്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1, 2, 3. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി ജമ്മു കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത്? 2. 10ാം പട്ടിക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം 11ാം പട്ടിക 12ാം പട്ടിക ഇതെല്ലാം 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടുന്നവയാണ്. ചേരുംപടി ചേർക്കുക. സി ആണ് ഉത്തരം. 1 സി. അഭയകരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. 2 ഡി. വിദ്യാകരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. 3 എ. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. 4 ബി. വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? 4. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. അത് തെറ്റാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ഇത് മൂന്നും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്? 3 മാത്രം. വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിൽ. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റ പൗറ്റിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിൽ ആണ്? വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. സി ആണ് ഉത്തരം. എ 3 മലേറിയ പ്രോട്ടോസോവ. B 4 ടൈഫോയിഡ് ബാക്ടീരിയ. C 2 അസ്കാരിയാസിസ്
വിരകൾ. ഡി 1 ജലദോഷം വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? മിഠായി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ. പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്. ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ഘർഷണ ബലം. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണം. സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആൻഡൻ സിലിഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. CH4 + 2O2 CO2 + 2H2O. 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്ന ലൂയിസ് ആസിഡ് ഏത്? BCl3. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xഉം Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും? XY2. ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. 1 തെറ്റും 2 ശരിയുമാണ്. താഴെ പറയുന്നതിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളേവ? അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട്. താഴെ പറയുന്നതിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? K. സച്ചിദാനന്ദൻ. പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതമായാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 8√2 cm². 28/3 + -15/3 + -13/3 വില എത്രയായിരിക്കും? 16,380. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? 300%. 0.04 - 1.5 വില എത്ര? 125. ഒരു കോഡ് ഭാഷയിൽ ബോയ് = 7 ആണ്. താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വുമൺ = 65, ഗോഡ് = 9. 1 തെറ്റും 2 ശരിയുമാണ്. ഒറ്റയാൻ ഏത്? 150. ABCയുടെ ശരാശരി m ആണ്. കൂടാതെ AB + BC + CA = 0 ആയാൽ A² B² C² ഇവയുടെ ശരാശരി എത്ര? 3m². ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? 44. ഗുണിക്കണം = കുറയ്ക്കണം, ഹരിക്കണം = കൂട്ടണം, കൂട്ടണം = ഹരിക്കണം, കുറയ്ക്കണം = ഗുണിക്കണമായാൽ താഴെ തന്നിരിക്കുന്നത് ശരിയായത്? 8 × 10 - 3 + 5 × 6 = 8. അടുത്ത സംഖ്യ ഏത്? 110. I have never been to Paris before. She exclaimed that dash to Paris before. She had never been. I regret dash you that the event has been cancelled. To tell. When I arrived, they dash for over an hour. Had been waiting.
The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. Asset. The artist painted a beautiful landscape dash the canvas. On to. The negotiations between the two countries finally dashed after weeks of discussions and the war began. Broke down. The detective's ability to notice the dash details led to the solving of the complex mystery. Salient. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. Dead end. She showed dash concern for the environmental issues by actively participating in tree planting campaigns. Cancelled question. Despite facing numerous obstacles, she displayed remarkable dash throughout the challenging project. Tenacity. Strike while the iron is hot എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവൽ ഏതാണ്? അധ്യാപകർ. വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവൽ ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞവ എല്ലാം. അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തതിൽ ശരിയായ പദം ഏത്? അനുഗ്രഹീതൻ. പിരിച്ചെഴുതുക. പിണ്ടലം. വിൺ പ്ലസ് തലം. ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ. കന്മതിൽ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? പ്രയോജനമില്ലാത്ത വസ്തു. വിപരീതപദം എഴുതുക. ഉന്മീലനം. നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ജിജ്ഞാസു. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. പോലീസ് സ്റ്റേഷൻ, ചരക്ക് വാഹനം, റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂം ഇതെല്ലാം പൊതുസ്ഥലങ്ങളാണ്. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985. NDPS ആക്ടിൻ്റെ ഉദ്ദേശം 1, 2, 4 മാത്രം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും ഭേദഗതി വരുത്തുവാനും. മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ, മാദക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പുമുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? 3, 4. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം. ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%.
കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിൻ്റെ വീര്യം അളക്കൽ. കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന ഏതെല്ലാം നിബന്ധനകളാണ് പാലിക്കപ്പെടേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം FLI ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? 1, 2, 3. കേരള സ്റ്റേറ്റ് ബീവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? 3, 4. FL 4A ക്ലബ്ബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കണം. പബ് ബിയർ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്നത് KTDCക്ക് മാത്രമാണ്. കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 2, 4. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. പുകവലി നിരോധിത മേഖല എന്ന വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2, 3, 4. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 2, 3, 4. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിൽ ആയിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പത്തിലുള്ളവ ആയിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1, 2, 3. 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നത് ഏതെല്ലാമാണ്? 1, 2, 3. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതാണ്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? 1, 2, 3. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000 വിവര സാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ 2 എയും ബിയും. വകുപ്പ് 43, വകുപ്പ് 66. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം 18 വയസ്സിൽ താഴെ.